ആധാർ കാർഡ് പല അവസരങ്ങളിലും നമ്മുടെ ഐഡൻറ്റിറ്റിയെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പല പർപ്പസിന് വേണ്ടിയിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ആധാർ കാർഡ് വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. പല അവസരങ്ങളിലും നമ്മുടെ അഡ്രസ്സിൻ്റെ പ്രൂഫായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ടും മറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ആധാർ ആക്ട് 2016 പ്രകാരം ആധാർ കാർഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ തെളിയിക്കാനായിട്ടുള്ള ഒരു പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതിലെ മെമ്പേഴ്സായിട്ടുള്ള വ്യക്തികളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ വരുത്തുന്നതിനും മറ്റും ആധാർ കാർഡ് പ്രൂഫായിട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് ഒരു ഓതറൈസ്ഡ് ഡോക്യുമെൻ്റായിട്ട് പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്ത ഒരു സർക്കുലർ അനുസരിച്ച് ആധാർ കാർഡിൻ്റെ ബേസിസിൽ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള കറക്ഷൻ അലൗ ചെയ്യുകയില്ല എന്ന് അവർ സർക്കുലറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റീസെൻ്റായിട്ട് ബോംബെ ഹൈക്കോർട്ടിൻ്റെ ഒരു വിധിയിലും പറയുന്നുണ്ട്, ആധാർ കാർഡ് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ തന്നെയും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല ആധാർ കാർഡ്. ആദ്യകാലങ്ങളിൽ ആധാർ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്താറില്ല, ഇയർ ഓഫ് ബർത്താണ് സാധാരണയായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്. പിൽക്കാലങ്ങളിൽ അതിൽ ചേഞ്ചസുകൾ വരികയും ആധാർ കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ വെരിഫൈ ചെയ്യാതെയാണ് സാധാരണയായിട്ട് ആധാർ കാർഡുകളിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ അപ്പിയർ ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പ്രൂഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഇഷ്യൂ, ഇന്ന് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രൂഫായിട്ട് ആധാർ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വരും കാലങ്ങളിൽ ഇതേപോലെ വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് വന്നതിൻ്റെ ബേസിസിലും, അതേപോലെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടും മറ്റുള്ള സ്ഥാപനങ്ങളും ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂഫായിട്ട് ആധാർ കാർഡുകൾ സ്വീകരിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകളും മറ്റും ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ പല അവസരങ്ങളിലും വേണ്ടിവരും. പല സ്ഥാപനങ്ങളും സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലും ഡേറ്റ് ഓഫ് ബർത്ത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ KYC നിർബന്ധമായിട്ടും ചെയ്യണം. KYC നിർബന്ധമായിട്ടും ചെയ്യണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതിലൊരു ഘടകമാണ്. ഇത് പ്രൂവ് ചെയ്യുന്നതിനുള്ള റെക്കോർഡുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പഞ്ചായത്തുകളും മറ്റും ഇഷ്യൂ ചെയ്യുന്ന ജനന സർട്ടിഫിക്കറ്റാണ്. കുറേ പ്രായമായ വ്യക്തികൾക്കും സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്കും മറ്റും ഇതേപോലെയുള്ള പഞ്ചായത്തുകളിൽ നിന്നും മറ്റും ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ലായിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.